നിലപാടിൽ മാറ്റമില്ല. അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇസ്രായേലും അമേരിക്കയുമായി യുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണെന്നും ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി പ്രസ്താവിച്ചു. ട്രംപിൻ്റെ നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോടുള്ള പ്രതികരണത്തിലാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് വളരെ രൂക്ഷമായ രീതിയിൽ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അണവായുധ സമാധാന ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. അത്തരമൊരു സംഭവങ്ങളില്ലെന്നും ഒരു തരത്തിലും ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അമേരിക്കയുമായി തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇറാൻ തുറന്നടിക്കുകയാണ്. അത്തരമൊരു വിഷയത്തിൻ്റെ കാര്യം പോലും ഉദിക്കുന്നില്ല. അതൊരു അടഞ്ഞ അധ്യായമാണ്. കാര്യം 6 തവണയെങ്കിലും സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഇറാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ 4 പ്രാവശ്യം ചർച്ച നടത്തിയതും ഒമാനിൽ വെച്ചാണ്. 2 പ്രാവശ്യം ചർച്ച നടത്തിയത് ഇറ്റലിയിൽ വെച്ചാണ്. ഏറെക്കുറെ സമാധാനമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്താണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അപ്പോൾ ഒരു സമാധാന ദൗത്യമല്ല അവരുടെ ലക്ഷ്യം, പകരം ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തിയെ ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ആക്രമിച്ചത്. ഞങ്ങൾ ശക്തമായി തിരിച്ചടിച്ചതോടുകൂടി ഒരു കാര്യം അമേരിക്കക്ക് ബോധ്യമായി: ഇസ്രായേലിനും ഇറാനെ സംബന്ധിച്ചിടത്തോളം കീഴടങ്ങുന്ന രാജ്യമല്ല, പ്രതിരോധം കൊണ്ട് തന്നെ നേരിടാൻ മാത്രം ബലവും ശക്തിയുമുണ്ട് എന്ന് തെളിയിക്കാൻ ആ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം കാരണമായി എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു: ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ അറ്റോർണി ഏജൻസി എല്ലാം ഇറാനിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവർ പ്രതികരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കാര്യം തെറ്റായിരിക്കുന്ന പ്രവർത്തനമാണ് എന്ന് പറയുക പോലും ചെയ്തിട്ടില്ല. നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ചാരസംഘം പോലെയാണ് യഥാർത്ഥത്തിൽ IAEAയുടെ ഉദ്യോഗസ്ഥർ അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. തങ്ങളവിടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. സമയം വെച്ചുകൊണ്ടാണ് രാജ്യത്ത് നിന്ന് പുറത്തു പോകണം എന്ന് തങ്ങൾ അവരോട് പറഞ്ഞത്. അങ്ങനെ പുറത്താക്കുകയും അതോടൊപ്പം തന്നെ ഈ സമാധാന ചർച്ച എന്ന് പറയുന്ന നാടകം ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഇനിയൊരു ചർച്ച ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളിടത്താണ് ഇറാൻ്റെ നിലപാട് എന്നുകൂടി പറയുന്നു. ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇറാന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിലും അതിനവർക്ക് താല്പര്യമുണ്ട് എന്ന തരത്തിൽ നുണ പ്രചരിപ്പിക്കുകയാണ്. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്ക നന്നായിട്ട് സ്വപ്നം കാണുന്ന രാജ്യമാണ്, അതിൽ തെറ്റില്ല. നടക്കാത്ത പല കാര്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നത്തിൽ ഒതുക്കുക എന്നുള്ളത് മുൻപേ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിൻ്റെ തുടർച്ച എന്നല്ലാതെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് യാതൊരു താല്പര്യവുമില്ല. മാത്രവുമല്ല, B-2 ബോംബർ വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ മേഖല തകർക്കാൻ വേണ്ടി രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഇറാന് നേരെ നടത്തിയ രാജ്യവുമാണ് അമേരിക്ക. പിന്നെ അവരുമായിട്ട് എന്തിന് ചർച്ചയ്ക്ക് തയ്യാറാവണം എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഫലസ്തീൻ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഈജിപ്തിൽ നടത്തിയിരിക്കുന്ന വെടിനിർത്തൽ ചർച്ച അല്ലെങ്കിൽ കരാർ മധ്യസ്ഥ വിഷയം അതൊരു നാടകമാണ് എന്ന് മുൻപേ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏറെക്കുറെ കൃത്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 20ഓളം രാജ്യങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് കരാറിൽ ഒപ്പിട്ടിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്നു. അതിനെ പ്രതിരോധിക്കാനോ എതിർക്കാനോ പോലും ധൈര്യമില്ലാത്ത വിധം അമേരിക്ക പോലും ഒതുങ്ങിപ്പോയിരിക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുകയും കരാറിൽ അംഗീകാരം നൽകുകയും ചെയ്തവർ പോലും മൗനത്തിലാവുന്നത് എന്തുകൊണ്ട് എന്നുകൂടി ഇറാൻ ചോദിക്കുന്നു. അപ്പോൾ സർവ്വ മേഖലയിലും ഇസ്രായേലിന് വേണ്ടിയിട്ട് ചാരപ്പണിയെടുക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നതെന്ന് ചുരുക്കം. UN സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പരാമർശിച്ചു. അതൊന്നും യഥാർത്ഥത്തിൽ ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും നിലപാടെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് ഇറാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അത്തരമൊരു സംഭവം വരാനുള്ള സാധ്യത കുറവാണ്. 165ഓളം രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ട് യഥാർത്ഥത്തിൽ എന്ത് ഗുണമാണ് ഫലസ്തീൻ ഉണ്ടായത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുകൂടി ഇറാൻ കൂട്ടിച്ചേർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചൊടിപ്പിച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാനും റഷ്യയും തമ്മിൽ ആയുധ
കൈമാറ്റ ഉടമ്പടി വ്യവസ്ഥയായിരിക്കുന്നു എന്നും അതോടനുബന്ധിച്ച് തന്നെ യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നും മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഏറ്റവും പ്രകോപനമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തിച്ചത്. കൂടെ ഭയപ്പാടുമുണ്ട്. ഇറാൻ്റെ കയ്യിൽ ആണവായുധമോ സൈനികപരമായിരിക്കുന്ന ബലമുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ കാലത്തും തങ്ങൾക്കും ഇസ്രായേലിനും അത് ഭീഷണിയാണ് എന്ന് ഇറാന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അമേരിക്ക കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ ഇസ്രായേലിനെതിരെ രണ്ടാം ഘട്ട യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് വലിയ ആയുധങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുകയും ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി പുതിയ സംവിധാനങ്ങളും ഡ്രോൺ സംവിധാനങ്ങളൊക്കെ പരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് റിപ്പോർട്ടായിട്ട് വന്നത്. അപ്പോൾ അത്തരമൊരു യുദ്ധ സംവിധാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂപ്രദേശത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രക്ക് ഭയാനകരമായിരിക്കുന്ന ഒരു യുദ്ധമായിരിക്കും വരാൻ പോകുന്നത് എന്ന് പല മേഖലയിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോഴത്തെ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നു. ഇനി വരാൻ പോകുന്നത് അസഹ്യമായിരിക്കുന്ന യുദ്ധമായിരിക്കും. അതിൻ്റെ ഒരുക്കങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അറബ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളവുമായിട്ട് ബന്ധപ്പെട്ടും വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതുപോലും വേണ്ട രീതിയിൽ സുരക്ഷിതമല്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഏത് തരത്തിലാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ അമേരിക്കക്കും വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. ഖത്തറിനെ ആക്രമിച്ചത് മണ്ടത്തരമായി പോയി എന്നൊരു അഭിപ്രായം അമേരിക്കക്കുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്. അപ്പോൾ ഖത്തറിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളം വേണ്ടത്ര സുരക്ഷിതമല്ല എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. കാര്യം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരിക്കൽ ഇറാൻ ആക്രമണം നടത്തിയതാണ്. ഇറാന് നേരെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളുടെ എയർപോർട്ടുകളോ അതല്ലെങ്കിൽ അവരുടെ സൈനിക മേഖലയോ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചാൽ തീർച്ചയായിട്ടും ആ രാജ്യം തങ്ങളുടെ ശത്രു രാജ്യമായി കണക്കാക്കി തിരിച്ചടിക്കും എന്ന് ഇറാൻ മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ഈ പ്രാവശ്യത്തെ ആക്രമണം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ ഖത്തറിൻ്റെ താവളത്തിൽ നിന്നൊന്നും അല്ല ഉണ്ടായത്. എന്നിരുന്നാലും അമേരിക്ക ഇറാൻ തിരിച്ചടിച്ചു എന്നുള്ളത് അമേരിക്കയും ലോകത്തെയും അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ജപ്പാനിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ ആക്രമണം നടത്തിയത്. ഇറാനിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി. അവരുടെ സർവ്വ മേഖലയും തകർന്നു എന്നാണ് പിറ്റേ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽഭാഗം തകർക്കാൻ വേണ്ടി സാധിച്ചു എന്നല്ലാതെ ആണവായുധ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിലേക്കും ഇത് എത്തിയിട്ടില്ല എന്നുള്ളത് അമേരിക്കയെ ഞെട്ടിപ്പിച്ചു. അപ്പോൾ വിചാരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്നൊരു തിരിച്ചറിവാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ കൃത്യമായ രീതിയിൽ പറഞ്ഞ അമേരിക്കയുമായും ഇസ്രായേലുമായും തങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ പോലും തങ്ങൾക്കതൊരു വിഷയമില്ല. തങ്ങളുടെ നയങ്ങൾക്കോ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ രീതികൾക്കോ ഒരു മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്. സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധോർജ്ജം ഉപയോഗിക്കുക എന്നുള്ളത് തങ്ങളുടെ അവകാശമാണ്. മറ്റു ലോക രാജ്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് തങ്ങൾ ചെയ്യുന്നത്. അത് തങ്ങൾ ഇനിയും ആവർത്തിക്കും എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കിളി പോയ അവസ്ഥയിലായി. ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റാത്ത വിധം ഇറാൻ അവസാനത്തെ വാക്ക് പോലും പറഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയെ തന്നെ അതിശയിപ്പിക്കുന്ന കാര്യം. ഇതിനെ അതിജീവിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നാണ് ഇപ്പോൾ അമേരിക്ക തേടിക്കൊണ്ടിരിക്കുന്നത്.